നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. മാണി തെറ്റുകാരനെങ്കിൽ ശിക്ഷ ഉറപ്പായും നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. PC ജോർജ് വിഷയം കോൺഗ്രസിന് ഒട്ടും തനവേദനയില്ലെന്ന് രമേശ് ചെന്നിത്തല. കുടിവെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? പ്രതിഷേധവുമായി വീട്ടമ്മമാർ കുത്തിയിരിപ്പ് സമരത്തിൽ. വാർത്തകൾ വിശദമായി. KM മാണിക്ക് കോഴ കൊടുത്തതിന്റെ ശബ്ദരേഖ പുറത്തുവന്നാൽ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന ആദ്യ കോൺഗ്രസുകാരൻ താനായിരിക്കുമെന്ന് AICC മെമ്പർ രാജ്മോഹൻ ഉണ്ണിത്താൻ. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മാണിക്ക് പണം കൊടുക്കുന്നതിന്റെ ദൃശ്യരേഖ, ശബ്ദരേഖ, ആ ശബ്ദരേഖ പുറത്തു വന്നാൽ ഞാൻ ഈ നാട്ടുകാർക്ക് ഉറപ്പു തരുന്നു, KM മാണി രാജിവെക്കണമെന്ന് ആദ്യമായി കേരളത്തിൽ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും. തർക്കം വേണ്ട. സുരേഷിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം. വെല്ലുവിളിക്കുന്നു. ആണത്തമുള്ള, പൗരുഷമുള്ള, ജനാധിപത്യ മൂല്യങ്ങളെ മാനിക്കുന്ന, കുറ്റാന്വേഷണ സംവിധാനത്തെ അംഗീകരിക്കുന്ന, നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനമുള്ള ആരെങ്കിലും ഒരാൾ പ്രതിപക്ഷത്തുണ്ടെങ്കിൽ മാണിക്ക് കൈക്കൂലി കൊടുക്കുന്ന ദൃശ്യം, ശബ്ദരേഖ, ദൃശ്യരേഖ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ബിജു രമേശിനെ കൊണ്ട് കോടതിക്ക് കൊടുക്ക, പോലീസിന് കൊടുക്ക, ഇതൊന്നും വേണ്ട, ചാനലിന് കൊടുക്ക. ഞങ്ങൾ KM മാണിയെ കൊണ്ട് നാളെ രാജിവെപ്പിച്ചു തരാം. ആണത്വമുള്ള ഒരുത്തനുണ്ടോ പ്രതിപക്ഷത്ത്? ഞാൻ വെല്ലുവിളിക്കുന്നു. ബാർ മുതലാളി ബിജു രമേശിന്റെ കൈവശം ധനകാര്യമന്ത്രി KM മാണി കോഴ വാങ്ങുന്നതിന്റെ ശബ്ദരേഖയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പ്രതിപക്ഷം ബിജു രമേശിന്റെ കൈവശമുള്ള ശബ്ദരേഖ കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ അദ്ദേഹം പ്രതിയാവില്ല. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഭരണപക്ഷമാണെങ്കിലും അതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളും ഉണ്ടാകും. പ്രതിപക്ഷം ബഡ്ജറ്റിന്മേൽ ഭേദഗതി കൊണ്ടുവന്നാൽ അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തിയിട്ടാണ് ബഡ്ജറ്റ് പാസാക്കാറുള്ളതെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് ബെൻസൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് മുഖ്യാതിഥിയായിരുന്നു. പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് മെമ്പർഷിപ്പ് വിതരണം നടത്തി. CN ചന്ദ്രപ്രകാശ്, അലക്സ് മാത്യു, പ്രതാപൻ പറവേലി, VK വിജയൻ നായർ, K ഗോപകുമാർ, CV രാജീവ്, PN വിജയകുമാർ, അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. PC ജോർജ് വിഷയം UDFന് ഒരു തരത്തിലും ഭീഷണിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും വിവാദം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നില്ലെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും UDFന്റെ ലൈസൺ കമ്മിറ്റിയിൽ നിന്നും PC ജോർജിനെ മാറ്റണമെന്നാണ് മാണി സാറ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത്. ആ കത്തിനെ സംബന്ധിച്ച് മാണി സാറുമായിട്ടും PC ജോർജുമായിട്ടും സംസാരിച്ചു. അതിൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകും. ഇതുവരെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ചമ്പക്കുളം ഗോവേന്ദ പമ്പ് ഹൌസിൽ നിന്നും കുടിവെള്ള വിതരണം നിർത്തി. പ്രതിഷേധവുമായി എത്തിയ വീട്ടമ്മമാർ പമ്പ് ഹൌസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും തുടർന്ന് ഓഫീസ് താഴിട്ട് പൂട്ടുകയും ചെയ്തു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി ഓഫീസിലും കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വീട്ടമ്മമാർ രംഗത്ത് വന്നിരിക്കുന്നത്. പമ്പ് ഹൌസിൽ നിന്നും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെ കുടിക്കും, നനയ്ക്കും, കുളിക്കുമെല്ലാം വിലയ്ക്കാണ് വെള്ളം വാങ്ങുന്നത്.
പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പമ്പ് ഹൌസ് തുറന്നു കൊടുക്കില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ കണ്ടത്തിലെ കൃഷി കഴിഞ്ഞത് മൂലം പാടം മുഴുവൻ കത്തിക്കുകയും അവിടെ നിന്നുള്ള വെള്ളം ഇപ്പം തോട്ടിലോട്ട് അടിച്ചിറക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോട്ടിലെ വെള്ളം കൂടി ഉപയോഗശൂന്യമാവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഈ പമ്പ് ഞങ്ങൾ തുറപ്പിക്കുമല്ലോ, അത്രേ ഉള്ളൂ കാര്യം. ഫൈനലായിട്ട് പഞ്ചായത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പലവട്ടം തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോഴെല്ലാം വന്ന് പറയുന്നുണ്ട്. അവർ പറയുന്ന ഒന്നിട്ടൊന്നിനാടെ നിങ്ങൾക്കുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വെള്ളം വരേണ്ട ദിവസമാണ്. ഞങ്ങളുടെ പബ്ലിക് ടാപ്പിൽ പോലും ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഹൗസ് കണക്ഷൻ ഉള്ളവരാണ്. ഞങ്ങൾ കിടങ്ങറായി ബില്ല് അടയ്ക്കാൻ ചെന്നപ്പോൾ അവിടെ പറഞ്ഞാണ് ഈയോട് ഞങ്ങൾക്ക് വെള്ളം വരുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ അവരാരും കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുന്നില്ല. JCB കൊണ്ടുവരണം, മാന്തണം എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യത്തിനൊന്നും ഒരു തീരുമാനം ആകുന്നില്ല. തീരുമാനം ആകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. അത്രയാണ് ഞങ്ങളുടെ ഫൈനൽ തീരുമാനം. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സായിരുന്ന ഗോവേന്ദ തോട്ടിൽ പോള നിറഞ്ഞതോടെ തോട്ടിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരത്തിനാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. AC കനാൽ നവീകരണത്തിലെ ബണ്ട് നിർമ്മാണം പൂർത്തിയായില്ല. ബണ്ട് നിർമ്മാണത്തിന്റെ പേരിൽ പൊളിച്ച പ്രദേശം പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കുട്ടനാട് കാർഷിക പാക്കേജിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി പൂവ മുതൽ മങ്കമ്പ് ഒന്നാങ്കര വരെയുള്ള പ്രദേശത്തെ ബണ്ട് നിർമ്മാണം നടന്നിരുന്നു. എന്നാൽ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും പല പ്രദേശങ്ങളിലും ബണ്ട് നിർമ്മിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കിടങ്ങറ മുട്ടാർ ജംഗ്ഷൻ മുതൽ കോരവളവ് വരെയുള്ള 250 മീറ്റർ കനാൽക്കരയിലെ കല്ലുകെട്ടുകൾ പുതുതായി നിർമ്മിക്കുന്ന ബണ്ടിന്റെ പേരിൽ പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ പൊളിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ബണ്ട് പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസി ആരോപിച്ചു. കൽക്കെട്ട് വെള്ളം കല്ല് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. കടവിലിറങ്ങാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൗസ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കടവിലിറങ്ങാതെ കാര്യങ്ങളൊക്കെ സാധിച്ചു പോകുന്നു. പൊളിച്ചിടാൻ കാരണം എന്താന്ന് വെച്ചാൽ ആദ്യമേ ഇത് വന്ന് അളന്നില്ല. എന്നെങ്കിൽ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇത് വന്നപ്പോഴത്തേക്ക് പുതിയ കല്ലിട്ട് കെട്ടണം, അല്ലാതെ പഴയ കല്ലിട്ട് കെട്ടാൻ പറ്റത്തില്ല എന്നൊരു അർത്ഥത്തിലാണ് ഇവരിത്. കനാൽക്കരയിലെ കല്ലുകെട്ട് പൊളിച്ചു നീക്കിയതിനാൽ നടവഴി കനാലിലേക്ക് ഇടിഞ്ഞു താഴുകയാണ്. കല്ലുകെട്ടും കടവുമെല്ലാം പൊളിച്ചു നീക്കിയ സാഹചര്യത്തിൽ നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ കപ്പിയും കയറിന്റെ സഹായം വേണമെന്നും നാട്ടുകാർ പറഞ്ഞു. മുട്ടാർ ജംഗ്ഷൻ മുതൽ നമ്മുടെ കൊറവള പാലം വരെയുള്ള സ്ഥലത്ത് കൽക്കെട്ട് കെട്ടിയിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾ ഒരു 10-33 വീട്ടുകാർ അങ്ങോട്ട് ഇടയ്ക്ക് വിട്ട് താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് വഴിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈയിടെ കുട്ടനാട് പാക്കേജിൻ്റെ പ്രശ്നം വന്നതിൽ ഞങ്ങൾ കുറേ കട്ട എല്ലാം ഇറക്കി വഴി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഞങ്ങളുടെ മെമ്പർ വന്നിട്ട് പറഞ്ഞ് അവിടെ നിന്ന് ഒരു കൽക്കെട്ടുണ്ട്, ഒരു 100 മീറ്റർ ഉണ്ട്, 5 ലക്ഷം രൂപയുടെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിന് പിന്നെ ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചിട്ട് കല്ല് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് കേട്ടിട്ടില്ല. ഈ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ താമസിക്കുന്ന ഭാഗം അത് അതിൻ്റെ പൊതുവഴിയാണ് എൻ്റെ കാണുന്നത്. പൊതുക്കടവ് കുളിക്കാനോ എടുക്കാനോ നനയ്ക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ല. ഈ കൽക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കടവ് വന്നാൽ ഞങ്ങൾക്കത് ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും. ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വഴി ബലപ്പെടുത്തിയില്ലെങ്കിൽ സമീപത്തെ മംഗലശ്ശേരി, കോതരിക്കാട് തുടങ്ങിയ പാടശേഖരങ്ങളിലെ കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാവുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ ജില്ലയിൽ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ ആന്റി ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ തുടങ്ങുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ചില നടപടികൾ ഇന്നിപ്പോൾ എടുക്കുന്നുണ്ട്. ജില്ലയിലെ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി ടോൾ ഫ്രീ നമ്പരോടുകൂടിയ ആന്റി ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ആരംഭിക്കുന്നതാണ്. ഇതിനെപ്പറ്റി വിവരം നൽകുന്ന ആളുകളുടെ പേരും മേൽവിലാസവും രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ടോൾ ഫ്രീ നമ്പർ 1099 നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് സുരക്ഷിതമായി രഹസ്യമായി അത് സൂക്ഷിക്കും. വിവരം നൽകുന്ന ആളുകൾ അവരുടെ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ കുറ്റകൃത്യം കാണപ്പെട്ടത് അവിടേക്ക് വിവരം അറിയിച്ച് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ സെന്ററിൽ അത് എഴുതി സൂക്ഷിക്കുന്നതാണ്. ആലപ്പുഴ നഗരത്തിന്റെ സുരക്ഷയ്ക്കായിട്ടൊരു പുതിയ പദ്ധതി തയ്യാറാക്കുകയാണ്. ആലപ്പുഴ സൗത്ത്, ആലപ്പുഴ നോർത്ത് എന്നീ പോലീസ് സ്റ്റേഷനുകൾ 4 സോണുകളായി തിരിച്ച് പ്രത്യേകം പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കുന്നതും. ഇൻഫർമേഷൻ സെന്റർ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും.
അരൂർ മേഖലയിൽ പരിശോധനയ്ക്ക് പ്രത്യേക ഫ്ലൈയിംഗ് സ്ക്വാഡിനെ നിയോഗിക്കും. ആലപ്പുഴ നഗര സുരക്ഷയ്ക്ക് 4 മേഖലകളിലായി തിരിച്ച് പ്രത്യേക പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ആധുനിക സംവിധാനങ്ങളോട് കൂടി ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്ന കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. നമുക്കൊരു MACT ഇവിടെ ആവശ്യമുണ്ട്, ഒരു അബ്കാരി കോടതി വേണം, ഒരു ഫാമിലി കോർട്ട് വേണം. അതുപോലെ ഈ കോടതികൾ ഇപ്പോ MACT ഉണ്ട്, അബ്കാരി ഉണ്ട്, ഫാമിലി ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് SC വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കോടതി. ഇത്രയും കോടതികൾ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട്. അത് പല ഇത്രയും ചങ്ങനാശ്ശേരിയുടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പല താലൂക്കുകളിലും പല കോടതികളിലും MACT ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ അബ്കാരി ഉണ്ട്, അതല്ലെങ്കിൽ ഫാമിലി കോടതിയുണ്ട്. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ മാത്രം ഇതൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം ഇത് അദാലത്ത് നടത്തുന്ന കാര്യം എന്താ? കോടതികൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആളുകളുടെ ആവശ്യമനുസരിച്ച് കോടതികൾ സ്ഥാപിച്ച വക്കീലന്മാർക്ക് കൂടുതൽ ജോലി കൊടുത്ത് ഈ കേസുകൾ സമയബന്ധിതമായി ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് നടന്ന സമ്മേളനം CF തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി K. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് R. സന്തോഷ്, ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് B. അഭയകുമാർ, മുൻസിഫ് മജിസ്ട്രേറ്റ് സുബിത ചിറക്കൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, അഡ്വക്കേറ്റ് AN വിജയൻ നായർ, അഡ്വക്കേറ്റ് CS അജിതൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് ജോബ് മൈക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ രഹിത വേതനത്തിന്റെ വിതരണം മാർച്ച് 30, 31 തീയതികളിൽ നടക്കും. വേതനത്തിന് അർഹരായവർ ബന്ധപ്പെട്ട രേഖകളുമായി എത്തി വേതനം കൈപ്പറ്റണമെന്ന് നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജവഹർ ബാലഭവന് മുന്നിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ വെല്ലുവിളികൾ
അങ്ങനെയുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായും അതുപോലെ തന്നെ വിവിധ കാറ്റഗറിക്കൽ വകുപ്പുതല സംഘടനകൾ ഒറ്റയ്ക്കും വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അതിലേക്ക് കൂടുതലും നമ്മൾ കടന്നു പോകണ്ട, കാരണം നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെല്ലാം ജോലി ചെയ്യുന്ന ഈ മേഖല ഒരുപക്ഷെ നിരന്തരമായ ചില അവഗണനകളും അതല്ലെങ്കിൽ നമ്മളാണ് ഈ സമൂഹത്തെ മൊത്തം കുഴപ്പക്കാർ. KGDA ജില്ലാ പ്രസിഡന്റ് KK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. K പത്മദാസ്, SB ഷിബുറാം, AR സന്തോഷ് കുമാർ, ജയരാജ്, സത്താർ, ആന്റപ്പൻ, രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യാത്രയയപ്പ് സമ്മേളനവും പുതിയ ഭരണാധികാരികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പാലങ്ങളിൽ അപകടങ്ങൾ പതിവായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന അപകടങ്ങളിൽ ഏറിയ പങ്കും നടന്നത് ഇടുങ്ങിയ പാലങ്ങളിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ഇടുങ്ങിയ പാലങ്ങൾ പല അപകടങ്ങൾക്കും വഴിയൊരുക്കിയിട്ടും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി നമ്മുടെ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഇടുങ്ങിയ പാലങ്ങളിൽ കയറുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന വേളയിലാണ് അപകടങ്ങൾ നടക്കാറ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നടക്കുന്ന അപകടങ്ങളിൽ അധികവും സന്ധ്യയ്ക്ക് ശേഷമാണെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിന്റെ പ്രധാന കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വഴിവിളക്കുകളുടെ അഭാവം തന്നെയാണ്. ആലപ്പുഴ കളർകോട് ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷൻ വരെയുള്ള 24 കിലോമീറ്റർ റോഡിൽ വഴിവിളക്കുകൾ തുച്ഛം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. ഇതിൽ AC റോഡിലെ പല പാലങ്ങളിൽ പോലും വഴിവിളക്കുകൾ ഇല്ല എന്നതാണ് വാസ്തവം. അഴിമതിക്കെതിരെ കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് നയിക്കുന്ന കേരള യാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. നീലിമ വിദ്യാഭവനിൽ നടന്ന യോഗം കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. തെറ്റായ ധാരണകൾ LDF-ൽ കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അവിടെ കയറിയിരിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിയതായിട്ടാണ് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതിൽ ചില ആശങ്കകളൊക്കെ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് വന്നിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീ കൊടിയേരിയുമായിട്ട് ഇന്നലെയും ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അതുപോലെ ശ്രീ വൈക്കം മുസ്ലിമായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ ഇല്ലാതെ ഒരു കേരള കോൺഗ്രസിനെ പറ്റിയൊന്നും അവരാരും ചിന്തിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആ മുന്നണിയിലുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് അതിനകത്ത് ഒരു വ്യക്തിയുടെ നാമമല്ല ഒരു മുന്നണിയിൽ അംഗത്വവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് കാരണം അത് വളരെ കാര്യമായിട്ട് നമുക്കെടുക്കാം. കേരള കോൺഗ്രസ് ആണ് അംഗം എങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് ചെയർമാനായ ശ്രീ സുരേന്ദ്രൻപിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ പത്രത്തിൽ കണ്ടതിനാണ്. ജില്ലാ പ്രസിഡന്റ് റോയി ഊരാംവേലിൽ അധ്യക്ഷത വഹിച്ചു. രാജൻ കണ്ണാട്ട്, ബോബൻ കോയിപ്പള്ളി, ബാബു അങ്കമാലി, അഹമ്മദ് തോട്ടത്തിൽ, ജസ്റ്റിൽ രാജ്, സണ്ണി അഞ്ചിൽ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ ശ്രീനാരായണ വൈദിക സമിതിയുടെ ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. പ്രവർത്തനങ്ങൾക്കുള്ള പ്രസക്തി ഒരു ഔപചാരികതയായി മാറുകയും അതിനെ ഹൃദയത്തോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകട്ടെ. അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ സമുദായം തയ്യാറായാൽ മാത്രമേ ഹിന്ദു സമൂഹത്തിന് ഇവിടെ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ വൈദിക ശ്രേഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ, നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ, ഒരുപക്ഷെ പള്ളിയിലെ അച്ഛൻ്റെ അല്ലെങ്കിൽ കർത്തനാൻ്റെ ബിഷപ്പ് വരെ ആകാമത്തില്ലെങ്കിൽ പോലും അതിൻ്റെ താഴെ വരെ നിന്നുകൊണ്ടുള്ള ജനങ്ങളെ ഭക്തജനങ്ങളെ ഉപദേശിക്കാൻ സമുദായ നേതാക്കന്മാരെ പ്രസംഗിക്കുമ്പോൾ വല്ലതും കിട്ടുമോ എന്നറിയാനാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങളെ കിട്ടാനല്ല പറയുന്നത്, വളരെ ഭക്തിക്ക് വേണ്ടി വരികയാണ്. ശനിയാഴ്ച ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കുറിച്ചി അദ്വൈത വിദ്യാശ്രമ മഠാധിപതി ധർമ്മ ചൈതന്യ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊരുത്തോട് ബാലകൃഷ്ണൻ താന്ത്രികൾ, ഗിരീഷ് കോനാട്ട്, M മധു, PM ചന്ദ്രൻ, സജീവ് പൂവത്ത്, MG ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തിത്താനം പൊടിപ്പാറ തിരുക്കുടുംബ ഇടവകയിലെ വിശ്വാസ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദീപശിഖ പ്രയാണവും സൈക്കിൾ റാലിയും നടന്നു.
പീഡിത സഭയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന റാലിയിൽ 100ഓളം സൺഡേ സ്കൂൾ കുട്ടികൾ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ജോസ് മുളമേൽ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പള്ളിയിൽ നിന്ന് ആരംഭിച്ച റാലി മാത്തൻകുന്ന് കോളനി, മാലക്കുന്നം, കണ്ണന്ത്രപ്പടി, കാർഗിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സമാപിച്ചു. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ വിമൽ SD, ജോസി ആലഞ്ചേരി, ജോസ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകത്ത് വിവിധ ഇടങ്ങളിൽ പീഡനങ്ങൾ ഏൽക്കുന്ന ക്രിസ്ത്യാനികളോട് അനുഭാവം പ്രകടിപ്പിക്കുവാനായിട്ടും രക്തസാക്ഷികളായവരെ അനുസ്മരിക്കുവാനുമായിട്ടുമാണ് ഇന്ന് ദിവസാന ഞായറാഴ്ച ഞങ്ങൾ ഈ റാലി നടത്തുക. 100ൽ പരം കുട്ടികൾ സൈക്കിളുകളുമായി ഈ റാലിയിൽ പങ്കുചേരുമ്പോൾ നിരവധി പേര് സ്വീകരിക്കുവാനുമായിട്ടും നല്ല ഒരാശയം മറ്റുള്ളവരുടെ മുന്നിൽ കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2014-15 പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ ഒരു പഠനമുറി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ശനിയാഴ്ച ആറ്റുവാത്തല ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 113 കുട്ടികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്യാൻ സാധിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോപ്പൻ ജോയ് വാരിക്കാട് അധ്യക്ഷത വഹിച്ചു. ഇനി ചരമവാർത്തകൾ. കാവാലം വടക്ക് വൈദ്യശാലയിൽ വീട്ടിൽ ഏലി ജോൺ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10-ന് കാവാലം ലിസ്യു ദേവാലയ സെമിത്തേരിയിൽ. പായിപ്പാട് പൊടിപ്പാറ കണ്ണംകോട്ടാൽ കുളത്തിൽ കേശവൻ നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാണി തെറ്റുകാരനെങ്കിൽ ശിക്ഷ ഉറപ്പായും നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. PC ജോർജ് വിഷയം കോൺഗ്രസിന് ഒട്ടും തനവേദനയില്ലെന്ന് രമേശ് ചെന്നിത്തല. കുടിവെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? പ്രതിഷേധവുമായി വീട്ടമ്മമാർ കുത്തിയിരിപ്പ് സമരത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.